എല്ലാവരും ശ്രദ്ധിക്കണം. കുറച്ചു ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. അവനവന്റെ ലഗേജ് ശ്രദ്ധിക്കുക. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവര് നേരത്തെ തന്നെ കുറച്ച് നാരങ്ങ കൈവെക്കുക. ഇനി ആ മണപ്പൻ ആ വഴി പൊക്കോളൂ. ഹലോ സുമി. സർ, ഇത് നമ്മുടെ സുമിയുടെ. എനിക്കറിയാം, സുമിയുടെ അനിയൻ അല്ലേ? എന്താ മോന്റെ പേര്? സുനിൽ. സുനിൽ, കൊള്ളാം, നല്ല പേര്. സുനിൽ, സുമി, സൂസു, കൊള്ളാം. നമുക്കെല്ലാം പരിചയപ്പെടാം. സുമി. അയ്യോ രേവു, ഇനി എന്ത് ചെയ്യും? തിരുത്താനൊന്നും പോണ്ട, നമുക്ക് എല്ലാം പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ. യാ ചേട്ടന്റെ ഫാമിലി ഒന്നും വന്നില്ലേ? അവരോട് ഇരിക്കാല്ല. ഞാൻ പേരിടല്ല. എല്ലാവരും അവരവരുടെ ചാവി വാങ്ങിച്ച റൂമിൽ പോകാം. സുമി, സുമിയുടെ അനിയൻ നിന്ന് എന്റെ റൂമിൽ. ഇവിടുത്തെ ബെസ്റ്റ് അടിപൊളി റൂമാണ് നമ്മുടെ. എനിക്ക് അത്ര അത് പറഞ്ഞ പറ്റില്ല, നമുക്ക് അടിച്ചു പൊളിക്കാം. അളിയോ, നല്ല സെറ്റപ്പ് റൂമല്ലേ? അല്ലേലും എന്റെ സെലക്ഷനൊക്കെ വൻ പൊളിയല്ലേ? അളിയനൊരു കാര്യം ചെയ്യും, അളിയനകത്തോട്ടിരിക്കേ. ഞാനേ ഇതൊക്കെ ഒന്ന് മാറിട്ട് വരാം. അളിയാ, ഈ ഡ്രസ്സൊന്നും മാറ്റുന്നില്ലേ? ഇല്ല, ഞാനിത് തന്നെ ഇട്ടോളാം, എനിക്ക് കുഴപ്പമില്ല. ഞാന് വീട്ടിൽ ഈ ഫ്രീ ആയിട്ട് ശീലിച്ചു പോയി. നമ്മള് യൂത്തിന് ഇതൊക്കെ അല്ലേ അളിയാ സെറ്റപ്പ്. അളിയൻ ഇങ്ങനത്തെ ഡ്രസ്സ് വേണം, എന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. അളിയൻ ഇവിടെ കിടക്ക്, ഞാൻ ഇപ്പൊ വരാം. സുമി, ഉറങ്ങിയായിരുന്നാ? ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ? എനിക്ക് തന്നെ ഒന്ന് കാണണം. മോനെ, ഫോണൊന്ന് തരുമോ? എന്തിനാ? ഒന്ന് ഫോൺ ചെയ്തിട്ട് തരാം. ഇപ്പൊ തരാം. താങ്ക്സ്. ഓക്കേട്ടാ. ഇതൊന്ന് നോക്കിക്കോണേ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട്. സുമി, ഉറങ്ങിയായിരുന്നാ? ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ? എനിക്ക് തന്നെ ഒന്ന് കാണണം. ഇവൻ തന്നെ. ഹലോ, വാ. ഹലോ, ഹലോ. ഡോ, ആ ഫോൺ ഇങ്ങനെ തന്നെ. എന്താ സാർ? നീക്കടാ. ഡോ, ഇതൊന്ന് ചെക്ക് ചെയ്തേ. സാറിന്റെ ഫോൺ എന്താ സാറേ? സാറേ, നല്ല ഒന്നാം തരം തേൻ പോലത്തെ ഓയിലാ, ഹാഷ് ഓയിൽ. ഇതെന്റെ അല്ലേട്ടാ. എടാ മിടുക്ക. അല്ല, എന്നെ ഒരു ചേട്ടനെ ഏൽപ്പിച്ചോട്ടെ. തൊണ്ടിയെടുത്തോ. സാറേ, ഇതെന്റെ അല്ല. സാറേ, ഇത് എന്നെ ഒരു ചേട്ടൻ. ഞാൻ ചെയ്തത്. സാർ, ഞാൻ ചെയ്തത്. സാർ, ഞാൻ ചെയ്തതെന്ന് പറഞ്ഞില്ലേ?
ഞാനിവിടെ എത്തി. അപ്പൊ പറ മോനെ, എവിടുന്ന് ഇതിന്റെ സോഴ്സ്? സാറേ എനിക്കറിയില്ല സാർ, ഞാൻ അവിടെ സോറി സോറി. എടാ മോനെ, ഇത്തരം നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. നീ സത്യം പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ സമയങ്ങളായിരുന്നു. നിന്റെ കൂട്ടാളി ഒന്നും പറയുന്നില്ല. എടോ ആ സർ, ഈ ഫോണൊന്ന് ചെക്ക് ചെയ്തേ. സാറേ എനിക്കൊന്നും അറിയില്ല സാർ. മിണ്ടാരടാ സാറേ, ലാസ്റ്റ് കോൾ ഇവന്റെ തന്നെ പോയിരിക്കുന്നത്, അതുറപ്പാ. ആ അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇവന്മാർ രണ്ടുപേരെ ഈ തൊണ്ടിയുടെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ സാർ, നാളെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ശരി സാർ. സാർ ഇവന്റെ ഫോൺ കുറച്ചു നേരം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാർ ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ താഴെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം, വൈകിക്കരുത്. ഞാൻ വരാം സാർ. രേവു, രേവു. ആ സുമി. സാർ സുനിലിനെ. ആ സുനിൽ ഇവിടെ എവിടെയോ. സാർ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസോ? സുമി, ഒരു ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം. സാറേ സുനിലേ. ആരാ? അച്ഛനാണോ? അച്ഛനാ? അറിയനാ? എന്താടോ? എന്താന്ന് നിങ്ങളല്ലേ സാറേ പറയേണ്ടത്. ഈ സുനില് നിങ്ങളുടെ ആരാ? സാർ സുനിൽ എന്റെ അനിയനാണ് സാറേ. അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ച ചെറുക്കനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളൊക്കെ വളരെ ഡീസൻ്റായ ഫാമിലി, അതറിയോ? അതിന് താനാരാ? ഞാനോ? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ്. സുമി അവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂർ വന്നതാ. അല്ല, നിങ്ങൾ ഈ വാദിയെ പ്രതിയാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ. ഈ ചക്കര തനിക്കറിയോ? ആ അറിയാവുന്നോ? ഞങ്ങൾ യൂത്ത് അല്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാ. ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് തനിക്കറിയോ? എന്താ? കഞ്ചാവ് കടത്തല്. ഇന്ന് ഫുൾ ടൈം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അറിയോ? പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ, കടത്തിയെങ്കിൽ കടത്തി എന്നൊക്കെ പറയും. നിങ്ങളല്ലേ ഫോൺ ചെയ്തത്? ആ ഐഡി ഒന്ന് തരൂ. കൊള്ളാം. എടോ, കോട്ടയത്തുള്ള സുമിക്ക് എങ്ങനെയാണ് എറണാകുളത്ത് തന്നെ വന്നത്? അത് കസിനായിരിക്കും അല്ലേ സുമി? അല്ല സർ, ഇത് എന്റെ ഭർത്താവാ. അടിപൊളി, ഇപ്പൊ ഭർത്താവായോ? സുമി തമാശ പറയാതെ. സത്യമായിട്ട് ഇതെന്റെ ഭർത്താവാ സർ. ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യ അനിയൻ, പിന്നെ കസിൻ, ഇപ്പൊ ഭർത്താവ്. ആകെ കൂടി ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അല്ല പെങ്ങളെ, നിനക്ക് 21 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. സാറേ ഇങ്ങോട്ട് പറ. സാറേ, എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൻ ഇതും ചെയ്യും, ഇവന്റെ അപ്പുറം ചെയ്യുന്നവനാ. വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മുഖത്തൊരു കള്ളത്തിനുണ്ടായിരുന്നു സാറേ. നീ അങ്ങനെ അല്ലല്ലോടാ ആദ്യം പറഞ്ഞത്. ഓടാ, ആ മൂലയ്ക്ക് പോയി നിൽക്കടാ. ഒന്ന് മാറുമോനെ. ഡോ, തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? ആകാശേ സർ, ആ FIR തയ്യാറായി. ഓക്കെ സർ. സർ പ്ലീസ് സർ, ഞാൻ പറഞ്ഞത് സത്യമോ? ഞാൻ പറഞ്ഞിട്ട് സുനിൽ വന്നത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ് സർ. ഡി 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 നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. സർ, എന്നെ കാണാൻ സുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് മാറി കിടി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവം സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. ഡന്നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. ഡാ മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോയിക്കോ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത്
ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന് തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ ഒരു നിരാശ കാമുകൻ.